വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ കുശവൻ കയ്യിൽ കാളിമണ്ണു ഞാൻ അനുദിനം. ബഹുമാനപ്പെട്ട അച്ഛൻ, കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ രണ്ടാമത്തെ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷം. എല്ലാ സ്വാഗത വാക്കുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കും. വേദപുസ്തകം ഉള്ളവർ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിന് ഇതേറെ പ്രയോജനകരമായി തീരും. ഞാൻ നിങ്ങളെ സംശയിക്കുകയല്ലെങ്കിൽ ഒരു ചോദ്യം, ഈ കൺവെൻഷൻ്റെ നമ്മുടെ ധ്യാനയോഗത്തിൻ്റെ തീം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അതെ, കോൺഫിഡൻറ്റ് ലിവിങ് ഇൻ എ ട്രബിൾസം വേൾഡ്, ഇല്ലേ? പ്രശ്നസങ്കീർണമായ ലോകത്തിൽ ഉറപ്പോടും ധൈര്യത്തോടുമുള്ള നിശ്ചയത്തോടുമുള്ള ഒരു ജീവിതം. റോമർക്ക് എഴുതിയ ലേഖനം. ഇവിടെ നമുക്ക് ക്രിസ്ത്യാനിയുടെ ഭദ്രത, ക്രിസ്ത്യൻസ് സെക്യൂരിറ്റി, വിശ്വാസിക്കുള്ള ഭദ്രത എന്താണെന്ന് നമ്മൾ അതിനകത്തുനിന്ന് നോക്കാൻ പോകുക. എങ്ങനെയാണ് നമ്മുടെ ജീവിതം? വളരെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനം. അങ്ങനിപ്പം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയും, അപ്പോസ്തലൻ എന്തുകൊണ്ടായി റോമാലേഖനം 8-ാം അധ്യായം എഴുതാൻ കാരണം? നേരം പോക്കിലൊരു വാക്ക് പറയാൻ ഞാൻ 7-ാമത്തെ അധ്യായം എഴുതിയത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് 8-ാമത്തെ അധ്യായം എഴുതിയത്, അല്ലെങ്കിൽ എഴുതുകയല്ലോ, ഇല്ലേ? എന്നാൽ അതിനകത്ത് വലിയ അർത്ഥമുണ്ട് കേട്ടോ. 7-ാമത്തെ അധ്യായത്തിൻ്റെ ഉത്തരമാണ് 8-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തിൽ അവസാനിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലായിപ്പോയത്. അരിഷ്ട മനുഷ്യൻ, എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും? അതിനുള്ള ഉത്തരമാണ് 8-ാമത്തെ അധ്യായം. ആ 8-ാമത്തെ അധ്യായം ഈ വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഉണ്ടല്ലോ, പർവ്വത നിരകൾ, അതിനകത്ത് കൊടുമുടികളുണ്ട്. അതിലേറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ്, ഇല്ലേ? അപ്പോൾ എവറസ്റ്റ് പോലെ പൊങ്ങി നിൽക്കുന്ന അധ്യായമാണ് 8-ാമത്തെ അധ്യായം. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രത, അതിൻ്റെ 5 കാര്യങ്ങൾ, 5 മേഖലകളൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, ജീവിതത്തിൻ്റെ നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ, ഈ ടെർമോയിൽസ് വരുമ്പോൾ, പെയിൻഫുൾ സർക്കംസ്റ്റൻസസ്, വേദനാജനകമായ നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ നമുക്കുള്ള ജീവിതം എങ്ങനെയായിരിക്കണം? കോൺഫിഡൻ്റായിട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ തീം, കോൺഫിഡൻറ്റ് ലിവിങ് ഇൻ പെയിൻഫുൾ സർക്കംസ്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇതേ അധ്യായത്തിനകത്തു. രണ്ടാമത് നമ്മളെ അലട്ടുന്നൊരു കാര്യമാണ്, നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കണോ, ഇല്ലേ? ഈ ഡിസംബർ മാസം 31-ാം തീയതി ഈ ആത്മീക ഒരു അനുഭവം
മിക്കവാറും എല്ലാവർക്കും. ഞാൻ എപ്പോഴും ഓർക്കും ഈ ഡിസംബർ 31 പ്രത്യേകത എന്നാണ്. എല്ലാ ദിവസവും രാത്രി 12 ഒരുപോലെ ഉള്ളൂ. പക്ഷേ 31 എന്ന് പറയുമ്പോൾ ഒരു ലാൻഡ് മാർക്കാണ്. അപ്പോൾ അന്ന് എടുക്കുന്ന തീരുമാനം, കർത്താവെ അടുത്ത വർഷം കഴിഞ്ഞ വർഷം വന്ന് ഒന്നും വരാതെ കാക്കണം. ഏകദേശം 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നിരാശയുടെ അനുഭവമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യേക ഒരു അനുഭവമാണ് പ്രതീക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ ആത്മീക മുന്നേറ്റം, സ്പിരിച്വൽ അഡ്വാൻസ് നമുക്ക് നടക്കുന്നില്ല. വി ഡിസയർ ഇറ്റ്, ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ്, ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നമ്മൾ പറയുന്നൊരു വാക്യം കൂടെ ഉണ്ട്, ആത്മാവ് ഒരുക്കമുള്ളത് പക്ഷേ ജഡം ബലഹീനമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിനകത്തൊരു ചെറിയ ആകുലതയുണ്ട്. എന്നാണെന്നറിയോ? അയ്യോ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഒക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യാശയുണ്ടെന്നാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഉറപ്പുണ്ട്. 2, ജീവിതത്തിൽ നിരാശയുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പ്രത്യാശയുണ്ട്. 3, നമുക്ക് എതിർപ്പുകൾ, ഹോസ്റ്റിലിറ്റീസ്, നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ ധാരാളം നേരിടുമ്പോൾ അതിനകത്ത് സ്വസ്ഥമായിരിക്കാനുള്ളൊരു കൃപ, റെസ്റ്റ്ഫുൾ, അങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 4, ജീവിതത്തിനേറെ ആവശ്യങ്ങളുള്ള ഒരു അനുഭവമാണ് ഞാനും നിങ്ങളും എപ്പോഴും അഭിമുഖീകരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്. വി ഓൾ ഫേസ് നീഡ്സ്. ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ളത്, ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ളത്, മറ്റ് പല മേഖലകളിലാണ് നമ്മുടെ ആവശ്യങ്ങൾ. എല്ലാവരും ആവശ്യക്കാരാണ്. ആവശ്യക്കാരല്ലാത്ത ലോകത്തിലില്ല. അതിൻ്റെ നടുവിൽ ആവശ്യങ്ങളെ നിറവേറ്റുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ആങ്സൈറ്റി ഇല്ലാതെ, ആങ്സൈറ്റി അവിടെ അല്ലേ വരുന്നത്? വളരെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക, എങ്ങനെ അത് നേടുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വെരി ആങ്ഷ്യസ്. ആങ്സൈറ്റി ഇല്ലാതെ ജീവിക്കുക, ഇതിനകത്തും നമ്മൾ പഠിക്കാൻ പോവാം. 5, ജീവിതത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, എല്ലാ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇതിനകത്ത് പട്ടിണി, കഷ്ടത, പല കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ അതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെ വിജയകരമായി ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഹൗ ടു ഓവർകം, എങ്ങനെ അതിനെ അതിജീവിക്കാനായി കഴിയും. അപ്പോൾ ഒരു വിധത്തിൽ വളരെ ഭദ്രത തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്നൊരു ഒരു വേദഭാഗമാണ്. ഒന്നാമത് നമുക്ക് നോക്കാം. 28ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയും. സകലവും എന്ന് പറയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സകല അനുഭവം. അതിനെ ഇംഗ്ലീഷിൽ ഞാനൊന്ന് പറയാം: ഗുഡ്, ബാഡ് ആൻഡ് ദി അഗ്ലി. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പലതാണ്. നല്ലത് വരും, ദോഷമുള്ളത് വരും, വളരെ തിക്തമായിട്ടുള്ളതും വരും, ഇല്ലയോ? ഗുഡ്, ബാഡ് ആൻഡ് ദി അഗ്ലി. ഇത് വരുമ്പോൾ പ്രയാസമില്ലയോ? ഇതിന് നടുവിൽ നമുക്കൊരു ഉറപ്പെന്നാന്നറിയാവോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുഡ്, ബാഡ് ആൻഡ് ദി അഗ്ലി എല്ലാം വർക്ക്സ് ഔട്ട് ഫോർ അവർ ഗുഡ്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ഒരു. ഇപ്പോൾ ജീവിതത്തിൽ വേദനകൾ, സിക്നസ് വരുമ്പോൾ, വേർപാടുകൾ സംഭവിക്കുമ്പോൾ, നിരാശകൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന് ഹൃദയവേദനകൾ ഉണ്ടാകുമ്പോൾ, ഹാർട്ട് പെയിൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്, ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നു. ഇതെല്ലാം നന്മയ്ക്കായി, ദൈവത്തിൻ്റെ കരം ഇതെല്ലാം നന്മയ്ക്കായി കൂടി ഉപയോഗിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കണം. ഇത് ആർക്കാണ് എന്നുള്ളത് നാം പ്രത്യേകമായി ചിന്തിക്കണം. ഇറ്റ് ഈസ് ഫോർ ഹും. അവളെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് ആർക്കാണ് എന്ന്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. 37ാമത്തെ വാക്യത്തിനകത്ത് വേറൊരു കാര്യം പറഞ്ഞു: ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞവരെ, അങ്ങനെയാണല്ലോ 37, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. പിന്നെ 28ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്.
അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വാക്യമല്ല ഇത്. എല്ലാവരും ഉപയോഗിക്കുന്നെങ്കിലും ഈ വാക്യം ആർക്കാണെന്നറിയാമോ? ടു ദോസ് ഹു ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക്, അവർക്കുള്ള വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു വലിയ ഉറപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതൊക്കെ എല്ലാം നന്മയ്ക്കായി, ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ നന്മയ്ക്കായും കൂടി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. ഹിസ് ആട്രിബ്യൂട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണം. ഒരു ദൈവദാസൻ പറഞ്ഞു, നമുക്ക് കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരം കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ കഴിയും. ഒന്നുകൂടെ പറയാൻ, ഇഫ് യു ക്യാൻ സീ ദ ഹാൻഡ് ഓഫ് ഗോഡ് ബിഹൈൻഡ് എവറിത്തിങ്, യു ക്യാൻ പുട്ട് എവറിത്തിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. അപ്പോൾ ഒരു വിശ്വാസി പറയാണ്, വന്ന് സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ വേദന വന്നാലും നഷ്ടം വന്നാലും, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, തോൽവി വന്നാലും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് അടുത്ത വാക്കെന്നാ? സകലവും. അപ്പോൾ ആ സകലത്തിനകത്ത് സകലവും ഉണ്ടില്ലേ? ഓൾ മീൻസ് ഓൾ. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ വരുന്ന പരാജയം പോലും എൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ശീമോൻ പത്രോസ് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞൊരു അനുഭവം വരുന്നുണ്ട്. അതുപോലും വാസ്തവത്തിൽ ശീമോൻ പത്രോസിനെ നന്നാക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. ഗോഡ് യൂസ്ഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും നമ്മുടെ വിജയം, നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയായി വരുന്നത് മാത്രമല്ല, തിന്മയായി സംഭവിക്കുന്നത് പോലും ദൈവം നമ്മുടെ നന്മയ്ക്കായി കൂടി ഉപയോഗിക്കുന്നു. ഈ നവമിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം നഷ്ടമാണ് ആ സ്ത്രീക്കുണ്ടായതില്ലേ? എന്തെല്ലാം നഷ്ടമുണ്ടായി. മക്കൾ പോയി, ഭർത്താവ് പോയി. എന്നാൽ ദൈവം അതെല്ലാം എങ്ങനെ പ്രവർത്തിച്ചു? വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു. വലിയ ചരിത്രം സൃഷ്ടിച്ചു. ദൈവം ഉപയോഗിച്ചത് രൂത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊണ്ട് ആ കുടുംബത്തിൽ ദൈവപുത്രൻ്റെ വംശാവലിയിലേക്ക് പ്രവേശിപ്പിക്കത്തക്കവണ്ണം ദൈവം ഈ നഷ്ടങ്ങളെ എല്ലാം ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് 8-ാമത്തെ അധ്യായത്തിലുള്ള ഉറപ്പ് എന്നാണെന്നറിയാമോ? നാം കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, അതെപ്പോഴും ഓർത്തോണേ, അത് ബ്രാക്കറ്റ് ഇട്ടോണം. ഇഫ് യു ലവ് ദ ലോർഡ്. എല്ലാവർക്കും ഉള്ളതല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന യേശു കർത്താവുമായി, ഇവിടെ ദേവദാസൻ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ, കർത്താവുമായൊരു ബന്ധത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൊച്ചിലെ ഞാൻ എൻജിനീയറിങ്ങിന് പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇതിനോടൊക്കെ വലിയ താല്പര്യം. അപ്പം ഞങ്ങളുടെ വീട്ടിലെ പഴയ കാലത്തെയും, നിങ്ങളെ ചെറുപ്പക്കാരും കണ്ടിട്ടില്ല, വൈൻഡ് ചെയ്യുന്ന ടൈം പീസ് ഉണ്ടായിരുന്നു, കണ്ടോ? വൈൻഡ്. അപ്പം ഞാൻ ആരുമില്ലാത്ത സമയത്ത് പതുക്കെ ഇതൊന്ന് അഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഇതിങ്ങനെ പതുക്കെ അഴിച്ചു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവസാനത്തെ നട്ട് ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട് കേട്ടോ. അത് പോയെങ്കിൽ ഇതെല്ലാം കൂടെ 4 വാർഡും അങ്ങ് ചെതറി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകം കണ്ടത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇതിനകത്തേക്കൊന്ന് നോക്കി. ഇത് തെറിച്ച് പോകുന്നതിന് മുമ്പേ പിന്നെ അത് കടക്കാരൻ്റെ കൈ കൊടുത്ത് ശരിയാക്കി. എങ്കിലും അതിനകത്തോട്ടൊന്ന് എത്തി നോക്കി. അപ്പം ഞാൻ നോക്കുമ്പോഴേ വലത്തോട്ട് കറങ്ങുന്ന ചക്രമുണ്ട്, ചിലതൊക്കെ ഇടത്തോട്ടാണ് കറങ്ങുന്നില്ലേ. ചിലത് വെട്ടിയാണ് കറങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഗിയർ വീല് പോലെ അതിനെ ഓരോ നോച്ചിലോട്ടും ഇങ്ങനെ വെട്ടിയാണ്. അപ്പോൾ അതിനകത്തോട്ട് നോക്കിയാൽ എന്തെല്ലാം പ്രശ്നമാണെന്നറിയാമോ? ചിലത് വലത്തോട്ടാണ് കറക്കം, ചിലത് ഇടത്തോട്ടാണ് കറക്കം, ചിലതാണെന്ന് വെട്ടിയാണ്
കറങ്ങുന്നു. അതിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന വീലുണ്ടല്ലോ, പകുതി കറങ്ങിയേച്ച് തിരിച്ച് കറങ്ങും. ആകെ കുഴച്ചില്ല. എന്നാൽ ഈ കുഴച്ചിലിനെല്ലാം ഉത്തരം ഇതിൻ്റെ ഡയലിലോട്ട് നോക്കിയാൽ മതി. വലത്തോട്ട് കറങ്ങിയാലും ചിലത് ഇടത്തോട്ട് കറങ്ങിയാലും വെട്ടിക്കറങ്ങിയാലും പകുതി കറങ്ങിയാലും ഇത് ഈ കറക്കമല്ല എന്തിനാണെന്നറിയാമോ? മുമ്പിൽ സമയം കറക്റ്റാകാൻ. അപ്പോൾ നമ്മൾ ഓർക്കും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വലത്തോട്ട് കറങ്ങുന്നില്ല, ആഗ്രഹിക്കുന്ന പോലെ സ്മൂത്തായിട്ട് പോകുന്നില്ല, വെട്ടി വെട്ടി ആ കറക്കം. തമ്പുരാൻ്റെ കയ്യിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ യുവർ ഗുഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചേർന്ന് പറയണേ. എന്താ പറയണം? സകലവും. ആ സകലത്തിനകത്ത് എല്ലാം ഇപ്പോൾ അങ്ങോട്ട് ഇടുവോ? ദുഃഖം കൂടെ അങ്ങോട്ട് ഇടുവോ? നഷ്ടം കൂടെ അങ്ങോട്ട് ഇടുവോ? പ്രയാസം കൂടെ അങ്ങോട്ട് ഇടുമോ? എല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ടേച്ച് പറയണം, ഇതെന്തായാലും എല്ലാം നന്മയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാണെന്നറിയോ? ദൈവത്തിൻ്റെ ഒരു കരം ജീവിതത്തിൻ്റെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലവും. ദൈവപുത്രനോട് അനുരൂപരായിത്തീരാൻ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കൃഷ്ണൻ എന്ന് പറഞ്ഞ് എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം ബ്ലാക്ക് സ്മിത്ത് ഫാമിലിയിൽ നിന്ന്. എനിക്ക് ഞങ്ങൾ വലിയ സ്നേഹിതരായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ ഇവിടെയൊക്കെ നാട്ടിലും ഇപ്പോൾ എന്ത് ക്രിസ്മസിന് ഡെക്കറേഷൻ വേണേലും ആ കടയിലോട്ട് പോയാൽ എന്ത് ഡെക്കറേഷൻ വേണേലും കിട്ടും. പഴയ കാലത്തെ ഞങ്ങളൊക്കെ ഒന്നുമില്ല, എല്ലാം ഉണ്ടാക്കണം. ചരട് വലിച്ചേച്ച് അതിൽ കടലാസ് വെട്ടി ഒട്ടിക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലതൊക്കെ ഈ ഭിത്തിയിൽ തറയ്ക്കാനൊക്കെ നമുക്ക് ചില സാധനമൊക്കെ വേണം. കൃഷ്ണനുള്ളിടത്തോളം കാലം ഒരു പ്രശ്നവുമില്ല. ഒരു കൊച്ചാണി കിട്ടിയാൽ അത് വളച്ചു ശരിയാക്കി. കണ്ടോ? ഞാൻ ഒരിക്കൽ കൃഷ്ണൻ്റെ വീട്ടിൽ പോയി, കൊല്ലൻ്റെ ആലയാണ്. അപ്പം ഞാനവിടെ ചെന്നപ്പം കൃഷ്ണനും അപ്പനും കൂടെ പണിയുക, ഏതോ കത്തിയാന്നോ കോടാലിയാന്നോ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ കഷ്ണം അതിനകത്തിട്ട് ഇങ്ങനെ പഴുപ്പിച്ച് നല്ല പഴുത്തിരിക്കുക. ഈ പഴുത്ത് കഴിയുന്ന ഉടനെ ഈ കൃഷ്ണൻ്റെ ഫാദർ അതിങ്ങ് എടുക്കും, എടുത്തേച്ച് അതെടുത്ത് ആ ആൻവിലയിലോട്ട് വെക്കും. പിന്നെ ഇത് കൃഷ്ണനാ. പുള്ളി എഴുന്നേറ്റ് നിന്ന്, എൻ്റെ പ്രായമേ ഞാൻ ഓർക്കും എന്തൊരു അവനെ വലിയൊരു ഹാമറാ, അത് എടുത്തേച്ച് ഒരൊറ്റ അടിയാണ്. പക്ഷേ അടിക്കുന്നതിന് മുമ്പേ അപ്പൻ്റെ കയ്യിലൊരു കൊച്ചു ചുറ്റികയുണ്ട്. ആ കൊച്ചു ചുറ്റിക കൊണ്ട് ഇതേലൊന്ന് ചെറുതായിട്ട് കൊട്ടും. ഞാൻ എപ്പോഴും ഓർത്ത് എന്തിനായി കൊട്ടുന്നത്? ഈ കൊട്ടുന്നത് എന്തിനാണെന്നറിയാവോ? എടാ ഇവിടെ അടിക്കണ്ടേ കേട്ടോ, മോനോട് പറയും, നീ ഇനിയും അതെടുത്ത് പൊക്കി അടിക്കും, ഇവിടെ അടിച്ചേക്കണമെന്നാ. ചിലപ്പോഴൊക്കെ അവിടെ വീഴും, ചിലപ്പോഴൊക്കെ കൊച്ചനില്ലയോ മാറി വീഴും. അപ്പനൊരു പ്രയാസവും. അടുത്ത അടി വരുമ്പോഴത്തേക്ക് അപ്പൻ ആ പീസുണ്ടല്ലോ തൻ്റെ കയ്യിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ ഹാമർ കൊണ്ടുള്ള അടി ഏതുവഴി വന്നാലും അപ്പൻ്റെ കയ്യിൽ പീസിരിക്കുന്നിടത്തോളം കാലം ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇന്ന് രാത്രി ഓക്കെ പറയൂ. അപ്പൻ്റെ കയ്യിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം അടി ഇലത്തൂടെയോ വലത്തൂടെയോ ഇതുവഴിയും വന്നോട്ടില്ലയോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ടാണ് യോസേപ്പ്, അറിയാമല്ലോ, സഹോദരന്മാർ വെറുത്തു, അദ്ദേഹത്തെ വിറ്റു, പൊട്ടക്കിണറ്റിലിട്ടു. എല്ലാം കഴിഞ്ഞ് യോസേപ്പ് മന്ത്രിയായി. ഇവരാവശ്യത്തിന് അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് യോസേപ്പ് അവരോടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, ദൈവമോ അതെനിക്ക് നന്മയ്ക്കായി ഉപയോഗിച്ചു. ഇതറിയാവുന്ന ഭക്തനായ മനുഷ്യനാണ് കൊച്ചുകുഞ്ഞ് യോസിച്ച് പാടിയത്, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. അപ്പോൾ പ്രൈസ് ദി ലോർഡ് പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഇല്ലേ?
ഗോഡ് വർക്ക്സ് എവ്രിതിങ് ഫോർ അവർ ഗുഡ്. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതിനെക്കുറിച്ച്, അതിനകത്ത് കോൺഫിഡൻറ്റ്, വളരെ കോൺഫിഡൻറ്റ്, കാരണം നന്മയ്ക്കാണില്ലേ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതം. രണ്ടാമത് നോക്കിക്കാട്ടെ, നമ്മുടെ ഹൃദയത്തിലുള്ള വലിയൊരു ആശങ്കയാണ്, കർത്താവെ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഒക്കുന്നില്ല, മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല, പല കാര്യത്തിനകത്തും നന്നായിരിക്കണം, കോപിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കും, പക്ഷേ അങ്ങ് കോപിച്ചു പോവുക, ഇല്ലേ, തെറ്റിപ്പോവുക. എന്നാൽ അതിനകത്ത് നമ്മെ ഉറപ്പിക്കുന്നത് എന്നാണെന്നറിയാം, നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട്, കാരണം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയില്ല. നോക്കിക്കാട്ടെ, ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 29-ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിയാകേണ്ടത്, അതിന് സ്വരൂപത്തോട് അനുരൂപമാകുവാൻ. അപ്പം നമ്മൾ എന്തോ ഒരു പ്ലാനില്ല, നമ്മൾ ഏത് പ്ലാനില്ല? ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ള പ്ലാനില്ല. നല്ല കാര്യമല്ലയോ? ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, നമ്മുടെ പ്ലാനിലല്ല. ചിലർ പറയും അപ്പൻ്റെ അമ്മയുടെ, അതുമല്ല, ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് വീഴാൻ. ആർക്കാ ഇതെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ ഉറ്റ് സ്നേഹിക്കുന്നവർക്ക്, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ജീവിതം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മുൻനിർണയത്തിലാണ്. വി ആർ ഇൻ ഹിസ് പ്ലാൻ. ആ പ്ലാൻ എന്ന് നോക്കിക്കേ. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗ്രാമറ ഏത് ടെൻസിലാണ് ഇത് എഴുതിയേക്കുന്നത്? വർത്തമാനകാലമാണോ, ഭൂതകാലമാണോ, ഭാവി കാലമാണോ? എന്തോ ഇത്? വിളിച്ചവരെ, താൻ മുന്നറിഞ്ഞവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും. എന്തോ അതിൻ്റെ അർത്ഥം? ഇരിക്കുന്നു. ഏത് ടെൻസിലാ? പാസ്റ്റ് ടെൻസിലാ, അല്ലയോ? നടന്ന. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ അത് നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇത് പൂർത്തീകരിച്ചു, ഇല്ല, പാസ്റ്റ് കണ്ടിന്യൂസ്, അതിങ്ങനെ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഏറെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്, അത് ഇന്നലെ ഞാൻ പറഞ്ഞ വാക്യം ഓർക്കുമായിരിക്കും, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ, ഇഫ് യു ഗോഡ് സ്റ്റാർട്ടഡ് എ ഗുഡ് വർക്ക് ഇൻ യു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ജീവിതം വേണ്ട പോലൊന്നും ആയിട്ടില്ല. അവർ ലൈഫ് ഈസ് നോട്ട് വാട്ട് വി വാണ്ട് ടു ബി, ഇല്ലേ? എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് നമ്മളെ ഒരു കാര്യത്തിലേക്ക് പൂർത്തീകരിക്കും. ഒരു ദിവസം ഇത് പൂർത്തിയാകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞേ? നോക്കിയാ വേദഭാഗത്ത്, പൂർത്തിയാകുമ്പോൾ എങ്ങനെ ഇരിക്കും? അവൻ്റെ പുത്രനോട്, ഭയങ്കര ഭാവിയാണല്ലോ. അപ്പോൾ നാം ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നാം എങ്ങനെ ഇരിക്കും? തൻ്റെ പുത്രനോട് അനുരൂപ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. 2-ാമത്തെ വാക്യത്തിൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് അവന് സദൃശന്മാരാകും. We will be like him. Praise the Lord. Hallelujah. അപ്പോൾ നമുക്ക് ഭാവി എന്തുണ്ട്? കർത്താവ് പൂർത്തീകരിക്കും. പക്ഷേ ഇന്ന് നാം എങ്ങനെ ജീവിക്കണം? ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. തമ്പുരാൻ്റെ കൽപ്പനകളെ, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അവൻ്റെ കൽപ്പനകളെ അതുള്ളൂ. അപ്പോൾ if we live in love and obedience to the Lord, our life will finally be perfect.
അപ്പോൾ ജീവിതം പകുതിയല്ല, പകുതി ആകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനല്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, കർത്താവിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കുശവൻ്റെ കയ്യിൽ പാത്രം ഇരിക്കുന്നത് പോലെ പകുതി വഴി തീർക്കുന്നവനല്ല, പൂർത്തീകരിക്കുന്ന പോട്ടറാണ്. ഈസ് എ വണ്ടർഫുൾ പോട്ടർ. നല്ല കുശവനാണ്. അപ്പോൾ പകുതിയിൽ തീരുന്നില്ല, ദൈവം പൂർത്തീകരിക്കും. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ വായിച്ചൊരു 3 സെൻറ്റൻസ് പറയാൻ ആഗ്രഹിക്കും. ഒരു ദേവദാസൻ പറഞ്ഞു, ഐ ആം നോട്ട് വാട്ട് ഐ ഓട്ട് ടു ബി. ഞാൻ ആകേണ്ടതുപോലെ ഇതുവരെ ഞാൻ ആയിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് വാട്ട് ഐ വാണ്ട് ടു ബി. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും എനിക്ക് ജീവിക്കാൻ ഒക്കുന്നില്ല. ഇപ്പം 2 കാര്യം പറഞ്ഞു. ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും ആയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, ഐ ആം നോട്ട് വാട്ട് ഐ യൂസ് ടു ബി. ഞാൻ പണ്ടായിരുന്നത് പോലെ അല്ലിപ്പോൾ. ആശയം പിടികിട്ടിയോ? എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ലെങ്കിലും പുറകോട്ട് നോക്കുമ്പോൾ ഒരുപാട് മൈൽ ഇങ്ങ് വന്നിട്ടുണ്ട്. ഇന്നലത്തേക്കാൾ ഇന്ന് എൻ്റെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ട്, അല്ലയോ? പഴയത് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ശോധന ചെയ്യേണ്ട കാര്യം ഇതാണ്. കർത്താവേ, ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല, എൻ്റെ ആഗ്രഹം പോലെയും ആയിട്ടില്ല. എൻ്റെ ആഗ്രഹവും വലുതാണ്, പക്ഷേ അത് നടക്കുന്നില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാൻ പണ്ടത്തെ മനുഷ്യനല്ല. എൻ്റെ ജീവിതത്തിൽ ദിനംതോറും രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ജീവിക്കണം. ഇപ്രകാരം 2 കൊരിന്ത്യർ 3:16 വാക്യമുണ്ട്. കർത്താവിങ്കിലേക്ക് തിരിയണം, മൂടുപടം നീങ്ങണം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ യു ഗെറ്റ് ബെറ്റർ എവറി ഡേ. യു ഗെറ്റ് ബെറ്റർ എവറി ഡേ. അപ്പോൾ നമ്മൾ ഇന്നേ ചിന്തിക്കേണ്ടതേ, ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രായം നിങ്ങളങ്ങ് വെച്ചാൽ മതി. കർത്താവിനെ അറിഞ്ഞ ദിവസവും ഇന്ന് വരെയുള്ള ആയുസ്സും നോക്കിയേച്ചേ. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ മുമ്പോട്ടാണോ പുറകോട്ടാണോ? ചിലരൊക്കെ സ്റ്റാറ്റസ് കോയാ. അങ്ങനെയല്ല. കർത്താവിനെ അറിയുന്നെങ്കിൽ ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്ററാണ്. അതിനാണ് വചനധ്യാനം, അതിനാണ് ധ്യാനയോഗം, അതിനാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. വി വാണ്ട് ടു ബി ബെറ്റർ എവറി ഡേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരേ കാലത്തൊരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ജനങ്ങൾ മറന്നുപോയി. അദ്ദേഹം ലേവ്യ പുസ്തകത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം എഴുതിയിട്ട് തനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ദൈവദാസന് അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം സ്നേഹിതൻ ഇത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നല്ലോ വ്യാഖ്യാന പുസ്തകം. അതുകൊണ്ട് എഴുത്തുകാരനെ ഒരു എഴുത്തയച്ചു പറഞ്ഞു, ഒരു ഫോട്ടോ അയച്ചു തരണേ, ഞാൻ ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ അതങ്ങ് ഒട്ടിക്കാൻ പോവാം, നിൻ്റെ ഫോട്ടോ. ഞാനിത് തുറക്കുമ്പം നിന്നെ ഒന്ന് കാണാനാണ്, അതുകൊണ്ട് നീ നല്ല പുസ്തകം, അതുകൊണ്ട് നീ ഒരു ഫോട്ടോ അയച്ചു തരണം. അപ്പോൾ ഇദ്ദേഹം ഒരു ഫോട്ടോ എടുത്തേച്ച് അയച്ചു കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി എഴുതി. അതിൻ്റെ പുറകിൽ ഇപ്രകാരം എഴുതി, സഹോദര, ഒരല്പം കൂടെ നീ കാത്തിരുന്നെങ്കിലുണ്ടല്ലോ ഇതിനേക്കാൾ നല്ല ഫോട്ടോഗ്രാഫ് നിനക്ക് കിട്ടിയേനെ. കാരണം നാളുകൾ കഴിയും തോറും ഞാൻ എൻ്റെ കർത്താവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച്. ചിലരൊക്കെ നേരെ വിപരീതമായ യാത്രയില്ല. ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ ജീവിക്കുന്നവരാ ചിലര്. ആരംഭത്തെക്കാൾ ഇന്നൊരു വ്യത്യാസവും ഇല്ല ജീവിതത്തിൽ. വി ആർ നോട്ട് പെർഫെക്റ്റ് പീപ്പിൾ, ബട്ട് വി ആർ ഗ്രോയിങ് പീപ്പിൾ. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, നിരാശപ്പെടേണ്ട, യു ആർ ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാനിലാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും. പ്രൈസ് ദി ലോർഡ്. 31 വാക്യം നോക്കിക്കാട്ടെ.
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് ചിന്തിച്ചാൽ പ്രതികൂലമായിട്ടുള്ള ആളുകളുണ്ടോ? 33 വാക്യം നോക്കി. കുറ്റം വിധിക്കുന്നവരുണ്ട്, ശിക്ഷ വിധിക്കുന്നവരുണ്ട്, എന്തെല്ലാം കൂട്ടരല്ലയോ. ഇവരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തെ സന്തോഷം എന്നാണെന്നറിയാമോ? കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. അപ്പോൾ വിശ്വാസി ഓർക്കണം, ജീവിതത്തിൽ ഒരുപാട് ഹോസ്റ്റലി എതിർപ്പുകൾ നാം നേരിടും. എന്നോട് പറയട്ടെ, ജീവിതത്തിൽ ഒരുപാട് എതിർപ്പുകൾ നേരിടും. കർത്താവിനുണ്ടായിരുന്നോ എതിർപ്പ്? ഉണ്ടായിരുന്നില്ലേ? അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ തിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിൽ എതിർപ്പുകൾ ഉണ്ടാകും. പിശാചിൻ്റെ ഒരു പേര് അറിയാവോ? എതിരാളി എന്നാണ് പേര്. അപ്പോൾ ഈ പിശാചിൻ്റെ പരിപാടി എതിർക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾവേസ് എഗൻസ്റ്റ് യു. കാരണം അദ്ദേഹത്തിൻ്റെ പദ്ധതിക്ക് നേരെ വിപരീതമായാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ചിലർ പറയും, ഓ ഈ വിശ്വാസത്തിലോട്ടൊക്കെ അടുത്ത് വരുന്തോറും ആ പ്രശ്നം കൂടുന്നതെന്ന്. കേട്ടിട്ടുണ്ടോ? അതെന്നാണെന്നറിയാമോ? കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നവരോട് എതിരെ മറ്റവൻ പ്രവർത്തിക്കത്തുള്ളൂ. ആരാ? പിശാചേ. അദ്ദേഹം പോകുന്ന അതേ ഡയറക്ഷനിലാണ് നാം പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. വി ആർ വാക്കിംഗ് എഗൻസ്റ്റ് ഹിം, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഭൂമിയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഹി വിൽ വർക്ക് എഗൻസ്റ്റ് യു. അപ്പോൾ എതിർപ്പ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാണെന്നറിയാവോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. 3 കാര്യം ഓർത്തോണേ. ഗോഡ്സ് ഹാൻഡ് ഈസ് ഫോർ യു, ഗോഡ്സ് ആർമി ഈസ് ഫോർ യു, ഗോഡ്സ് സ്പിരിറ്റ് ഈസ് ഫോർ യു. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണ്. സ്വർഗത്തിൻ്റെ സൈന്യം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് സക്കറിയാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. ദൈവജനത്തോട് പറയുകയാണ്, പ്രവചനം ഭാഷയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചുറ്റും ഇന്നിപ്പോൾ മതിലില്ല, മതിലില്ലാത്ത പട്ടണത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീ മതിലായിരിക്കും. സക്കറിയ 2:5. ഞാൻ അതിന് ചുറ്റും തീ മതിൽ, ഐ വിൽ ഡിഫെൻഡ് യു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ, സി ഗോഡ് ഈസ് ഫോർ അസ്. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. ദൈവത്തിന് സ്തോത്രം. 4. അപ്പോൾ 3 കാര്യം നമ്മൾ ചിന്തിച്ചില്ലയോ? കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും. നോ മാറ്റർ വാട്ട്, എന്തു വന്നാലും ദൈവത്തിൻ്റെ മഹത്വം. 2, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ കരവും നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ദിവസങ്ങൾ കഴിയും തോറും നാം കർത്താവിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. 3, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. നോ ഡിഫിക്കൽറ്റി വി ക്യാൻ. 4 നോക്കിക്കാട്ടെ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് ആവശ്യകതകളുടെ നടുവിലാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഇല്ലേ? വി ലിവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലോട്ട് ഓഫ് നീഡ്സ്. ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് സാമ്പത്തിക ആവശ്യമാണ്, ചിലർക്ക് ശാരീരിക ആവശ്യമാണ്, ചിലർക്ക് മാനസിക ആവശ്യമാണ്, ചിലർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. വിവിധ രീതിയിലുള്ള ആവശ്യങ്ങളില്ലാത്ത ലോകമില്ല. ഈ ലോകം വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ലോകമാണ്. വി ആർ ഓൾ പീപ്പിൾ ഇൻ നീഡ്. എന്നാൽ ഇവിടെ ഒരു വാക്യമുണ്ട്, നോക്കിക്കാട്ടെ. 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, സ്വന്തം പുത്രനെ 32, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക്, കണ്ടോ വാക്യം, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ, ആ വാക്കൊന്നുകൂടെ പറഞ്ഞ്, അവനോടുകൂടെ
ഓൾ അവർ നീഡ്സ്. അപ്പോൾ ജീവിതത്തിൽ ആവശ്യങ്ങൾ വന്ന് മുട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെ ഉറപ്പെന്നാണെന്നറിയാമോ? എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനെ തരാൻ മടിച്ചില്ല, തൻ്റെ സ്വന്തം പുത്രൻ. ഹി ഗേവ് ദ വെരി ബെസ്റ്റ്. അങ്ങനാണെങ്കിൽ സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ച തന്നെങ്കിൽ അവനോട് കൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? സോ വി ക്യാൻ സീ സഫിഷ്യൻസി ഓഫ് ഗോഡ് ഫോർ അവർ നീഡ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യമായിരുന്നാലും ദൈവം നമുക്ക് മതിയായവൻ തന്നെയാണ്. എങ്ങനെ നമുക്കറിയാം? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. 37-ാം വാക്യം. അവൻ നൽകുമെന്നുള്ളതിൻ്റെ, നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ മതിയായവനാണെന്നുള്ളതിൻ്റെ ഉറപ്പ്. ശ്രദ്ധിച്ചോണേ, ഒന്നാമത് 37-ാം വാക്യത്തിൽ എന്താണ്? നമ്മെ സ്നേഹിച്ചെന്നില്ലേ? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ് ലവ്. അപ്പോൾ ദൈവം സ്നേഹിച്ചെങ്കിൽ ഒരു ഉറപ്പുണ്ട്, ഈ സ്നേഹിക്കുന്നവൻ നമുക്ക് വേണ്ടിയത് തരും. 32-ാം വാക്യത്തിൽ സ്വർഗത്തിലെ ഏറ്റവും വലുത് നമുക്ക് വേണ്ടി തന്നു, അത് തരാൻ മടിച്ചില്ല. അങ്ങനാണെങ്കിൽ ഒന്നും തരാൻ മടിക്കുകയില്ല. 3, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4:19 പറഞ്ഞിരിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, മഹത്വത്തിനൊത്തവണ്ണം നമുക്ക് പൂർണ്ണമായി തീർത്ത് തരും. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി തീർത്ത് തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ആത്മീകമായ ആവശ്യമാണ്. വി നീഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്. ഗോഡ് വിൽ ഗിവ്. മെറ്റീരിയൽ നീഡ്സ് ദ ലോർഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് ക്യാൻ പ്രൊവൈഡ് ഓൾ അവർ നീഡ്സ്. എത്ര മനോഹരം! ഇപ്പോൾ നമ്മളൊരു സാക്ഷ്യം കേട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നൂടാ. കർത്താവേ, എല്ലാം നഷ്ടപ്പെട്ടു, വിലപ്പെട്ടത് പോയി, ഇങ്ങോട്ട് വന്ന് കയറാനുള്ള കയ്യിൽ പാസ്പോർട്ടില്ല. കർത്താവ് വഴിയൊരുക്കി. ഹെൽപ്പ് മീ എന്ന് അവിടെയൊക്കെ പറഞ്ഞെങ്കിലും കേട്ടത് മേളില്ല. ഫ്രഞ്ചുകാരൻ്റെ ഭാഷയെ കേട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ഭാഷയിൽ അവിടെ കേട്ടു. അപ്പോൾ തക്ക ആളിനെ ഒരുക്കി. ഗോഡ് പ്രൊവൈഡഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലത്. അപ്പോൾ നമുക്ക് വേണ്ടി തരുന്നവൻ ആവശ്യം അറിയുന്ന കർത്താവാണ്, ഇല്ലേ? ഈ ആവശ്യം അറിഞ്ഞ് തരുന്നതാണ് നല്ലത്. അറിയാതെ തരുന്ന ഈ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്നതിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാം? വേണ്ടാത്ത ഒരുപാട് കാര്യം വീട്ടിൽ കയറി വരും. പിന്നെ അത് കിട്ടുമ്പോഴേ നോക്കുന്നത് എന്നാണെന്നറിയാം, ഇത് ആർക്ക് കൊടുക്കാവുന്നതാണ്. ലേബിൾ മാറ്റിയാൽ കൊടുക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോണേ, തമ്പുരാൻ ഈ തെറ്റ് പറ്റത്തില്ല. ആവശ്യമില്ലാത്തത് തന്ന് നമ്മെ നഷ്ടമാക്കാൻ ചില വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാം കൊടുക്കും. നാട്ടിലാകട്ടെ, ഇവിടെ അല്ല. ജീവിതത്തിൽ അവർ നശിച്ചു പോകും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന്, ഇതൊക്കെ ഈ നോസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അറിഞ്ഞ് തരുന്നവനായ ഒരു അപ്പനുണ്ട്, തക്ക സമയത്ത് തരാൻ മതിയായ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വന്നു, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മുടെ മാരാമണ്ണ് കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ അൽഫോൺസ്.
അദ്ദേഹത്തിന് ഈ സിയാറ്റിലൊരു ചർച്ചുണ്ട്. അദ്ദേഹത്തിന് സിയാറ്റിലാണോ എന്ന് എനിക്ക് തോന്നുന്നു, പോർട്ട്ലൻഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച് കൺവെൻഷന് വിളിച്ച് വന്നതാണ്. ഞാൻ സുമയും. ഇപ്പോൾ സാധാരണഗതി ന്യൂയോർക്ക് വന്ന് ഞങ്ങൾക്കൊരു അടുത്ത സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവിടെ മെയിൻ പെട്ടി വെച്ചേച്ചേ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അവിടെ വെച്ചേച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്ന് അപ്പോൾ ഈ സഹോദരൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. വരാൻ താമസിച്ചുകൊണ്ട് അവിടുത്തെ അന്ന് പേ ഫോണാണ്. അപ്പോൾ അതിനകത്തൂടെ വിളിച്ചു. ആ പേ ഫോൺ ഇരിക്കുന്നിടത്ത് ഞാൻ ഞങ്ങളുടെ 2 പാസ്പോർട്ടും വെച്ചു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വന്നെന്നും കണ്ട് ഞങ്ങൾ പെട്ടി എടുത്തുകൊണ്ട് വന്നു. ഇതവിടെ വെച്ചേച്ച് അങ്ങ് പോയി. ജോൺ എഫ് കെന്നഡി എയർപോർട്ടാണ്, JFK എയർപോർട്ടാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് വീട്ടിൽ ചെന്നു. 1 മണിക്കൂർ പോയെങ്കിലേ വീട്ടിൽ ചെലുത്തു. അവിടെ ചെന്നപ്പോൾ അയ്യോ ദൈവമേ, പാസ്പോർട്ട് എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് പെട്ടി വെച്ചേച്ച് ഉടനെ അദ്ദേഹം ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ പാസ്പോർട്ട് അവിടെ ഇല്ല. ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ ചെന്നപ്പോൾ അവിടെയും ഇല്ല. ആളുകളോടെല്ലാം തിരക്കി, ഇല്ല. ആരോ ഒരാൾ പറഞ്ഞു ഈ അവിടെ വീൽ ചെയർ പിന്നെ പുഷ് ചെയ്യുന്ന ആരോ ഒരാൾ എടുക്കുന്നത് പോലെ തോന്നിയെന്ന് പറഞ്ഞു. അന്ന് ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം പോർട്ട്ലൻഡിൽ ചെല്ലേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷന്. രാത്രി വളരെ ഭാരത്തോടെ കിടന്നുറങ്ങി. രാരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16 നിന്നാണ് വായിച്ച്. സ്ത്രീകൾ കല്ലറയ്ക്കൽ വന്നപ്പോൾ ആ കല്ല് അവിടെ ഇല്ലായിരുന്നെന്ന്. എന്നിട്ട് രാവിലെ വന്നു കേട്ടോ. ഒരു ദിവസത്തെ കൺവെൻഷൻ നഷ്ടപ്പെട്ടു. കാരണം അന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം തിരക്കി, ആരുടെയും ഇല്ല. തിരക്കി വന്നപ്പോൾ ഒരു ശ്രീലങ്കക്കാരനെ പരിചയപ്പെട്ടു. ഞങ്ങൾ 7-9 വർഷം ഈ ശ്രീലങ്കയിൽ ജോലി ചെയ്ത. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ ഞങ്ങളോടങ്ങ് സ്നേഹം തോന്നി. അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഡെൽറ്റയുടെ ടെർമിനലിൽ എങ്ങനെ കണ്ടെത്താൻ, അദ്ദേഹം കൊണ്ടുപോയി ഈ ടെർമിനലിൻ്റെ ഒക്കെ മാനേജറായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ വലിയൊരു മനുഷ്യനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എയർപോർട്ടിലുണ്ട്, അത് എയർപോർട്ടിലുണ്ടെങ്കിൽ അത് ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തമ്പുരാൻ കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. അദ്ദേഹം ആ ടെർമിനൽ തിരിച്ചു മറിച്ചു കേട്ടോ. ജോലിക്കാരെ എല്ലാം വിളിച്ച് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് പാസ്പോർട്ട് കൊണ്ടു തന്നു. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അതോടുകൂടെ നമ്മുടെ ചില മുട്ടാവശ്യമൊക്കെ ഉണ്ടല്ലോ ഇതുപോലല്ലേ, തരാൻ വഴിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. God is sufficient for our needs. അതുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായ കൊച്ചുകുഞ്ഞ് ചോദിച്ചു, നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. God cares. He cares. Hallelujah. നമുക്കൊന്ന് പാടായില്ലയോ? നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ. അപ്പോൾ 4-ാമത്തെ കാര്യം, ഗോഡ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ അവർ നീഡ്സ്. 5, അവസാനത്തെ, ജീവിതത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്. ഇവിടെ നമ്മൾ കഷ്ടതയോ 35-ാം വാക്യം, പട്ടിണിയോ നഗ്നതയോ ആപത്തോ. അതിനെക്കുറിച്ച് ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് നാം ഇതൊക്കെ വന്നാലും ഈ 37-ാം വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇവിടെ ഒരു ഓൾ കണ്ടോ? ഇതിലൊക്കെയും കണ്ടോ ഓൾ എന്നുള്ളത്?
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നില്ലയോ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ നടത്തി തരുന്നു, ഇല്ലേ? സ്വന്തം പുത്രനെ ആദരിയാതെ തരുന്നെങ്കിൽ അതോടുകൂടെ സകലം. അപ്പോൾ ഇവിടെ ജീവിതത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിലോ ഇതിൽ ഒക്കെയും, ഇൻ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്നത്, യു ക്യാൻ ലിവ് എ വിക്ടോറിയസ് ലൈഫ്. വിജയകരമായ ജീവിതം ജീവിക്കാൻ കർത്താവ് സഹായിക്കും. ഒന്നും നമ്മെ തോൽപ്പിക്കാൻ ഇടയാകരുത്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ജയിക്കണം. ജയിക്കുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ സിവിയർ പ്രോബ്ലംസ്, ന്യൂമറസ് പ്രോബ്ലം, ചാലഞ്ചസ്, ഡൈവേഴ്സ് പ്രോബ്ലംസ്, but we can overcome. We can overcome. എന്നാണ് ഇവിടെ ഉള്ളൊരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി പാടുന്നൊരു പാട്ടുണ്ട്, വി ഷാൽ ഓവർകം ആൻഡ് വി ഷാൽ ഓവർകം. ദൈവമക്കൾ പാടുന്നൊരു പാട്ടായത്, വി ഷാൽ ഓവർകം എവറിത്തിങ്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കാട്ടെ, അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ, കണ്ടോ ആ വാക്യം? മുഖാന്തരം, ത്രൂ ഹിം. സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല. വി കനോട്ട് ഡു ഇറ്റ്. ജയിക്കും. എപ്പോഴാണ് ജയിക്കുന്നതെന്നറിയാമോ? അവൻ മുഖാന്തരം. അവൻ മുഖാന്തരം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, 1 കൊരിന്ത്യർ 15:57, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ത്രൂ ഹിം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഗോഡ് പ്രൊവൈഡ്സ് ദ സ്ട്രെങ്ത്. ശക്തി തരുന്നത് ദൈവമാണ്. ജയിക്കണമെങ്കിൽ ശക്തി മാത്രം പോരാ, ജ്ഞാനം കൂടെ വേണം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ യുദ്ധം നടക്കുകയല്ലേ? യുദ്ധം അതിനകത്തൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകമായി കാണുന്നത് അവരുടെ സീക്രട്ട് സർവീസ്, ഇല്ലയോ? അവരുടെ രഹസ്യ അന്വേഷണം. എങ്ങനെ അറിയാം? ഇന്നയാൾ എവിടെയാണെന്ന് നേരത്തെ അറിയുന്നില്ലയോ? അപ്പോൾ വിജയത്തിൻ്റെ രഹസ്യം പരിജ്ഞാനം കൂടാ. എവിടുന്നായി പരിജ്ഞാനം? ശക്തി മാത്രമല്ല, ഗോഡ് വിൽ ഗിവ് യു ദ സ്ട്രെങ്ത്. ജയിക്കാനുള്ള ശക്തി ദൈവം തരും. എന്നാൽ ജയിക്കാനുള്ള പരിജ്ഞാനം കൂടെ. ഈ ചില തന്ത്രം വരുമ്പോൾ ഇത് തന്ത്രമാണെന്ന് തിരിച്ചറിയാനും അവിടെ നിൽക്കാനുള്ള വിവേകം, ഇല്ലയോ? ചിലർ കാര്യത്തിന് ഉത്തരം പറയാനുള്ളൊരു വിവേകം, നമുക്ക് തിരിച്ച് നമ്മൾ പ്രതികരിക്കാനുള്ള വിവേകം. വിവേകമില്ലാത്ത ജീവിതമല്ല. ആ പരിജ്ഞാനം എവിടുന്ന? ദൈവത്തിൽ നിന്നാണ്. God gives us the strength, God gives us the wisdom, God also gives us His present സാന്നിധ്യം. തോക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ ജീവിക്കണേ. എപ്പോഴേലും തോക്കുന്നെങ്കിൽ കർത്താവില്ലാതെ ജീവിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ കൂടെ ജീവിക്കുക ആ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോടുകൂടെ. അപ്പോൾ ഒന്ന്, എങ്ങനെയാ ജയം? മുഖാന്തരം. ആര് മുഖാന്തരം? യേശു ക്രിസ്തു. 2, നോക്കിക്കാട്ടെ, എങ്ങനത്തെ ജയമാണെന്നു? ഇതിലൊക്കെയും പൂർണ്ണ, പഴയ കാലത്തുള്ളതായിരുന്നു പറഞ്ഞ പോലെ ഗ്രേസ് മാർക്ക് കൊണ്ട് ജയിക്കുന്നെന്നല്ല പറഞ്ഞേ. എങ്ങനെ ജയിക്കുന്നെന്നാ പറഞ്ഞേ? പൂർണ്ണ ജയം. പൂർണ്ണ ജയം. അപ്പോൾ ഇന്നൊരു വലിയ പ്രത്യാശയുടെ വാക്കാണ്. നമ്മളെ പിശാച് തോൽപ്പിക്കണ്ട. നമ്മളെ തോൽപ്പിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ? തോൽക്കേണ്ട ആവശ്യമില്ല. ജയം തരുന്ന ഒരു കർത്താവുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ ജയം. ഇനി നോക്കിക്കാട്ടെ, എവിടൊക്കെ ജയമെന്ന് പറഞ്ഞു? നോക്കിക്കാട്ടെ, മുഖാന്തരം, പൂർണ്ണ ജയം, ഇതിൽ ഒക്കെയും. കണ്ടോ ആ വാക്ക്? ഇൻ ഓൾ ദീസ് തിങ്സ്. വീട്ടിലെ ജീവിതാനുഭവത്തിൽ, ജോലിസ്ഥലത്തെ ജീവിതാനുഭവത്തിൽ, ആധ്യാത്മിക ജീവിതാനുഭവത്തിൽ, സമൂഹത്തിലെ ജീവിതാനുഭവത്തിൽ, എല്ലാ മേഖലയിലും ഇതിലൊക്കെയും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. God can give you victory in all these situations. അങ്ങനെ ജയം തരുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക്
ജയം തരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ ലോകത്തെ കീഴ്മേൽ മറിച്ചെന്ന് പറഞ്ഞത്. ലോകത്തെ ടേണിങ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പരാജയപ്പെട്ട് ജീവിക്കണ്ട. ഏതെങ്കിലും പരിചയം പരാജയപ്പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടല്ലോ, ചിലർക്ക് അങ്ങനെ ചില ദൂഷ്യം, അതൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരും. ചില ആറ്റിറ്റ്യൂഡ്സ്, വിട്ടുകളയാത്ത ആറ്റിറ്റ്യൂഡ്സ്. ഇന്ന് ഈ മീറ്റിംഗ് വന്നേച്ച് പോകുന്നതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവ് അവിടെ ഒന്നും തോക്കരുത്, എനിക്ക് ജയം വേണം. ഐ വാണ്ട് വിക്ടറി. പ്രൈസ് ദി ലോർഡ്. ഇതിലൊക്കെ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ റോമാലേഖനം 8-ാമത്തെ അധ്യായം പറയുന്നു, ക്രിസ്ത്യൻ ഈസ് സെക്യൂർ. എന്ത് വന്നാലും നന്മയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലം. എൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയില്ലെങ്കിലും എന്നെ പൂർണ്ണതയിലേക്ക് വളർത്തുന്നൊരു ദൈവം. God is taking me to be like his son, to resemble his son. ദൈവത്തിൻ്റെ പുത്രനോട് അനുരൂപമാകുവാൻ കർത്താവിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തെ ഓർത്ത് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഐ എം നോട്ട് പെർഫെക്റ്റ്. ഐ എം നോട്ട് what I ought to be. Neither am I what I want to be. Praise the Lord. I am not what I used to be. പണ്ടത്തെ പോലല്ല എൻ്റെ ജീവിതം. മുന്നോട്ട് തന്നെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ അത്ഭുതകരമായി നടത്തും. സ്വർഗം തുറന്ന് പുത്രനെ തന്നെങ്കിൽ, അവൻ നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ, അവൻ കരുതുന്നെങ്കിൽ, അവൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തക്ക സമയത്ത് തന്ന് നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ കോൺഫ്ലിക്ട്സിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളുടെ നടുവിൽ നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. പഴയ കാലത്തൊരു പാട്ട് പാടുവാൻ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലായി, നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുൻപിലാ, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥർ നാമത്തിനു ജയം. യേശുനാം. പ്രാർത്ഥിക്കാം. തലകളെ ഉണക്കിക്കാട്ടെ. കർത്താവെ, നിരാശയുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മടുത്തു പോയിട്ടുണ്ടേ. എന്നാൽ നഷ്ടങ്ങളും വേദനകളും നിരാശകളും തോൽവികളും എൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാമെന്ന് നീ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആകേണ്ടതുപോലെ ആയില്ലല്ലോ എന്നുള്ള നിരാശ വരുമ്പോൾ കർത്താവിനെ മുന്നറിഞ്ഞു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചുമിരിക്കുന്നുവെന്ന്, നടത്തിക്കൊണ്ടിരിക്കുന്നെന്ന് ഉറപ്പ് തന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ബഹുവിധ ആവശ്യങ്ങൾ മുന്നിൽ വന്ന് മുട്ടുമ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്നൊരപ്പനുണ്ടെന്നറിയാവുന്നത് കൊണ്ട് സ്തോത്രം. സ്വർഗത്തിലെ ഏറ്റവും മൂല്യമുള്ളതിനെ ഞങ്ങൾക്ക് തന്നെങ്കിൽ അതോടുകൂടെ വേണ്ടുന്നതൊക്കെ, ഞങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് അങ്ങേക്കറിയാം. അത് തക്ക സമയത്ത് തന്ന് നടത്തുന്നൊരു ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം.
കർത്താവെ, ജീവിതത്തിൽ കോൺഫ്ലിക്റ്റൊക്കെ വരുമ്പോൾ പരാജയപ്പെടരുതേ കർത്താവെ. ശത്രു തോപ്പിക്കരുതേ. ഈർഷ്യയും പിണക്കവും ഹൃദയത്തിനകത്ത് വൈരാഗ്യവും ഒക്കെ കരുതി ജീവിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് രാത്രി ജയം തരണം കർത്താവ്. പ്രകോപിപ്പിച്ചാൽ ഉടനെ ഉത്തരം പറയുന്ന കർത്താവെ, ഒട്ടനടി ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ ശ്രമിക്കുന്ന, മറുപടി പറഞ്ഞ് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന, വാദിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്നൊക്കെ വിടുവിക്കണേ കർത്താവ്. അക്ഷമയോടെ ഭവനത്തിൽ പെരുമാറുന്ന സ്വഭാവത്തിൽ നിന്ന് ജയം തരണേ അപ്പച്ച. അശുദ്ധിയുടെ മുമ്പിൽ ചിലപ്പോൾ പരാജയപ്പെടുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജയം തരണേ കർത്താവ്. രഹസ്യ ജീവിതത്തിൽ ജയം തരണേ കർത്താവ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കർത്താവെ, ജീവിത ബന്ധങ്ങൾ ഉലയുമ്പോൾ അവിടെയൊക്കെ ഒരു ജയം തരണേ കർത്താവെ. ഹാർമണിയിൽ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു കൃപ ഇന്ന് ഞങ്ങൾക്ക് തരണേ കർത്താവെ. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇരിപ്പിൽ തമ്പുരാനോട് പറയണം, കർത്താവേ, നീ എന്നെ സഹായിക്കണേ. റോമർ 8 ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണം കർത്താവേ. നീ ഞങ്ങളെ സ്നേഹിച്ചെങ്കിൽ ഞങ്ങൾക്കിതെല്ലാം വെച്ചിട്ടുണ്ടല്ലോ കർത്താവേ. അത് പൂർണ്ണമായി എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് ഉറപ്പ് കർത്താവേ ഞങ്ങൾക്ക് തരണേ കർത്താവേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ള ഉറപ്പ്, പകുതി വഴിയിൽ വിടുകയില്ലെന്ന് ഉറപ്പ്, നല്ല കുശവൻ്റെ കയ്യിലാണ് എൻ്റെ കളിമണ്ണാകുന്നത്, ഞങ്ങൾ പൂർത്തിയാക്കാതെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ വന്ന് ഞങ്ങളെ ഞെരുക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കാൻ കൃപ. പ്രതിസന്ധികൾ വരുമ്പോൾ കൈ തുറന്നു തരുന്നൊരപ്പനുണ്ടെന്ന് വിശ്വസിക്കാൻ കൃപ തരണം. പ്രശ്നങ്ങൾ വന്ന് മുട്ടുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഇനിയും തോൽക്കരുത് കർത്താവേ. മനോഭാവത്തിൽ തോൽക്കരുത്, സ്വഭാവത്തിൽ തോൽക്കരുത്, സംസാരത്തിൽ തോൽക്കരുത് കർത്താവെ. ജയിക്കാനുള്ളൊരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വാഴ്ത്തപ്പെട്ട കർത്താവെ, നീ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ തീരുമാനത്തോടെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുന്നു. നാളെ ഞങ്ങളെ കർത്തൃമേശയിൽ വരും. മുട്ടുമടക്കുമ്പോൾ ഈ തീരുമാനത്തോടെ മുട്ടുമടക്കാനുള്ള കൃപ തരണം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പാട്ടുപാടി സ്തോത്രം അയച്ചെടുക്കുക. 41-ാമത്തെ പാട്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സോങ് നമ്പർ 41.